ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. നോക്കിയോ, ഡോർ ഓപ്പൺ ആയി. ഫേസ് റെക്കഗ്നേഷൻ ഉള്ള സ്മാർട്ട് ലോക്ക് ആണ്. എവിടെയാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നോക്കിയോ കേട്ടോ, ഇതിങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ വരും. പിന്നെ നമ്മളിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് താന്നിരിക്കും. ഇത് സെമി ലക്ഷറി ഡോർ ആണ്. ഇതൊക്കെ ലക്ഷറി കാറ്റഗറികളിൽ വരുന്ന കിൻസൈൻ്റെ സ്റ്റീൽ ഡോർ ആണ്. ക്യാമറ ഉണ്ട്. ഇപ്പോൾ വേണ്ട, പുറത്തൊരാൾ വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ കൂടി അകത്തുള്ളവർക്ക് കാണാം. എന്തൊരു ഭംഗിയാണല്ലേ ഈ ഡോർ കാണാൻ, എന്തൊരു വിട്ടാണല്ലേ. ഇതൊക്കെ സെമി ലക്ഷറി ഡോറുകളാണ്. ഇത്രമാത്രം സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. മരത്തിന്റെ ഡോർ പോലെ ഒന്നുമല്ല. 5 ടൈപ്പ് സ്മാർട്ട് ലോക്കുകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഹൈ എൻഡ് വേരിയന്റിൽ നമുക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉണ്ട്. അതും ഈ സ്റ്റീലിന്റെ ഡോറുകളെല്ലാം നമുക്ക് ഫിറ്റ് ആവും. ഈ ഡോർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മരമാണെന്നല്ല എല്ലാവരും വിചാരിക്കുക, ഇത് സ്റ്റീൽ ഡോറാണ്. നമ്മൾ ഉള്ളിൽ കയറി ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഡോർ തുറക്കുക, കിളിവാതിൽ. പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണാം ചെറിയ മോസ്കിറ്റോ നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് മരത്തിന്റെ വാതിൽ തന്നെ അല്ലേ. ഇതൊരു മോസ്കിറ്റോ നെറ്റാണ്. ഉള്ളിലിരുന്ന് തന്നെ ഫുള്ള് പുറത്തേക്ക് കാണാം. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഇവിടെ വേറൊരു ഡോർ. അതുകൊണ്ടാണ് ഇതിന് ട്വിൻ ഡോർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡോർ ഫുൾ ടൈം ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. പുറത്തുനിന്നുള്ള കാറ്റും വിളിച്ചൊക്കെ വരും. വുഡ് ഡോറുകൾ മഴക്കാലത്തും വേനൽക്കാലത്തും ഡോർ ടൈറ്റ് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ സ്റ്റീൽ ഡോറുകൾക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ബാങ്കുകളിൽ നിന്ന് ഈ ഡോറുകൾ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് സൂപ്പർ സ്ട്രോങ് ആണ്. കിൻസ സ്റ്റീൽ ഡോർസ്, വുഡ് അല്ല, സ്റ്റീലാണ്. ഒരു CC ക്യാമറ ആയിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ലോക്ക് യൂസ് ചെയ്യാം. ആക്സസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ആ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ചെല്ലും. കിൻസയുടെ ഷോറൂമാണിത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ വീട് പണിയുന്നവരും ഡോറുകൾ മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് സേവ് ചെയ്ത് വെക്കുക വീഡിയോ. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും.